ഹായ്, ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ അച്ചു. കൂടെ ഞാനുമുണ്ട്, ഐശ്വര്യ. ദിസ് ഇസ് അവർ ലവ് സ്റ്റോറി. മൈൻഡ് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനു. അപ്പൊ ചോദിക്കട്ടെ, അച്ചുന്റെയും ഐശ്വര്യയുടെ അടുത്ത് ഇപ്പൊ ചേർത്തല വണ്ടി എത്തി. അച്ചു കൺസോളിങ് ആണ്. എന്നിട്ട് അപ്പൊ കൺസോൾ ചെയ്ത് ഇങ്ങനെ പയ്യെ വന്നപ്പോഴത്തേക്ക് ഒരു മഴയൊക്കെ പെയ്തു. ക്ലാര ഒരു തമിഴ് പടം ലൈൻ ഏതാണ്ട് അതുപോലെയായി. തൂവാനത്തുമ്പിയുടെ സ്റ്റാൻഡേർഡിലോട്ട് പോട്ടെ, ശരി. അപ്പൊ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഈ കൺസോളിങ് ഒക്കെ അയാൾ കുറച്ച് സമാധാനിച്ച് കരച്ചിലൊക്കെ നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരൊറ്റ പ്രപ്പോസിങ്. അവള് ഇനി ഐശ്വര്യം മിണ്ടരുത്. ഇത്രയും കരച്ചിൽ കഴിഞ്ഞപ്പോഴും ഇവരെല്ലാം ഇരിക്കുമ്പോഴും അല്ല, ബോധമില്ലാത്ത കുട്ടികളോട് അത് പണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വർഷവും ഞാൻ എന്റെ ലവറിന്റെ അടുത്ത് തർക്കിക്കണത് പ്രപ്പോസൽ അല്ല എന്നാ. ഐ തിങ്ക് ഐ മീൻ ലവ് എന്ന് വെച്ചാൽ ആലോചിക്കാന്നാണ്. പക്ഷെ എന്റെ കേസായിരിക്കും അങ്ങനെ. ഐശ്വര്യയുടെ പ്രപ്പോസൽ ഇല്ല. ഞാൻ പക്ഷേ ഈ സീനിൽ പ്രത്യേക സീനിൽ വെള്ളം അടിച്ചിരിക്കല്ലോ. ബോധമില്ലാത്ത ആളുടെ വാക്കുകൾക്ക് ഇവിടെ അല്ല, എന്നിട്ട് എന്ത് പറഞ്ഞു? അപ്പൊ ഐ തിങ്ക് ഐ മീൻ ലവ് വിത്ത് യു. മുന്നിലുള്ളവർ കേട്ടില്ലേ? മുന്നിലുള്ളവർ കേട്ടില്ല. മുന്നിലുള്ളവർ പക്ക പ്രൊഫഷണൽ ഭയങ്കര ഡിസ്കഷനിൽ നടന്നോണ്ടിരിക്കണേ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ലൈക്ക് എനിക്ക് നേരത്തെ ഇഷ്ടമായിരുന്നു. സിമ്പിളായിട്ട് നമ്മളത് കേൾക്കാൻ വേണ്ടി ഇരിക്കായിരുന്നു. പിന്നെ ഇത് ഇങ്ങനെ കേൾക്കുന്നല്ലേ ഒരു സുഖം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ ഒരു മോഡലിനെ പോയി അങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത് അവള് റിജക്ട് ചെയ്ത് ഫീൽഡിൽ തന്നെ അറിയാം, ഭയങ്കര മോശമായിരിക്കും. അപ്പൊ ഇത് പറഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ബോധമില്ലല്ലോ, പിന്നെ സംസാരിക്കാന്നാണ് പറഞ്ഞത്. അല്ല, ഞാൻ ഒരു സൂപ്പർ പ്ലാൻ കൊടുത്തു. പ്ലാൻ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഇങ്ങനെ ഇഷ്ടമെന്ന് പറയുമ്പോൾ കൊടുക്കുന്ന പ്ലാൻ ഉണ്ടെന്ന് ഇതുവരെ എനിക്ക് അറിയില്ലായിരുന്നു. ഇനി അതിനെ കുറിച്ച് ചോദിക്കാം. സ്റ്റേ ട്യൂൺഡ് വിത്ത് റീനു, അച്ചു ആൻഡ് ഐശ്വര്യ. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന് റൊമാൻസ്. കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് എഫ്എം ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റീനു, പിന്നെ അച്ചു, ഐശ്വര്യ. സോ കാറിൽ വെച്ചിട്ട് പറഞ്ഞു ഐ തിങ്ക് ഐ എം ഇൻ ലവ് വിത്ത് യു. അപ്പോൾ മിസ്റ്റർ അച്ചു എന്ത് പറഞ്ഞു? പ്ലാൻ ഇതായിരുന്നു. നമ്മള് ഈ ഇവിടുന്ന് തിരിച്ച് ഈ അലീനയുടെ വീട് ആലുവ എത്തണ വരെ ടൈമുണ്ട്. അപ്പം ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് വേണമെങ്കിൽ ഒരു അവസരം കറക്റ്റ് ചെയ്യാം. ടൈം നോട്ട് ചെയ്യണം. ഇവിടെ അലീനയുടെ വീട് വരെ. അത് ബാക്കി പറഞ്ഞ എന്താന്നറിയോ, ഐശ്വര്യ നീ ഭയങ്കര ബുദ്ധിയുള്ള കുട്ടിയാണ്, എനിക്ക് അത്ര മതി, ചിന്തിക്കാൻ ആ ഒരു ടൈം മതി. അതിനുള്ളിൽ എനിക്കൊരു ആൻസർ വന്നു. അതുവരെ ബോധം ഇല്ലായിരുന്നു. അപ്പൊ ബോധമില്ലാത്ത കുട്ടീനെ കൊണ്ടാണ് ആലോചിപ്പിക്കാന്ന് പറയുന്നത്. ബോധമില്ലാത്ത കൊച്ചിന്റെ പ്രപ്പോസൽ ഞാൻ സീരിയസ് ആക്കി എടുത്തില്ലേ? അവനവന്റെ ആവശ്യത്തിനനുസരിച്ചാണ് ബോധം കൂടുന്നതും കുറയുന്നത്. ഓക്കെ, അപ്പൊ വീടെത്താറായി. അപ്പൊ അതുവരെ ചിന്തിക്കാണ്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ചിന്തിച്ചിട്ട് വീടെത്തുന്നതിന് മുമ്പ് യെസ് എന്ന് പറഞ്ഞൊരു ആൻസർ പറഞ്ഞാൽ മതി. ചിന്തിച്ചതിന് ശേഷം അവിടെയും ഓപ്ഷൻ ഇല്ല. നിവിൻ പോളി തട്ടത്തിന് മരത്തിൽ പറഞ്ഞ പോലെ ഇപ്പൊ ഒന്നും പറയണ്ട, നന്നായിട്ട് ആലോചിച്ച് സമ്മതാണ് എന്ന് പറഞ്ഞു. ഞാൻ പ്രപ്പോസ് ചെയ്ത അവളാ, അപ്പൊ അവൾക്ക് എന്നെ ഒരു ചാൻസ് കൊടുത്തില്ലേ? അവൾ തന്നെ പ്രപ്പോസ് ചെയ്യുന്നു, അവൾ തന്നെ ആൻസർ പറയുന്നു. നമുക്ക് എന്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഐലീനയുടെ വീട് വരെ സമയം കിട്ടി ആലോചിക്കാനായിട്ട്. ആലോചിച്ചോ? ഞാൻ പറഞ്ഞു അച്ചു ഞാനിനി ഒന്നും കൂടി ആലോചിച്ചാ വേണ്ട, നീ പറയും വേണ്ട. അങ്ങനെയും പറഞ്ഞു. അതച്ചുന്റെ കള്ളത്തരം, അതച്ചുന്റെ കംപ്ലീറ്റ് കള്ളത്തരം. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ നമുക്ക് പിന്നെ ആ യാത്ര എവിടെ എത്തി നിൽക്കുക എന്ന് ചോദിക്കാം. അതിനു മുന്നേ കേട്ടുകൊണ്ടിരിക്കുക ടൺ കണക്കിന് പ്രണയഗാനങ്ങൾ. കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് എഫ്എം ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. എൻ്റെ കൂടെ പേടിക്കണ്ട, ഇവിടെ രണ്ടുപേരും സംശയമാണ്. ഇനി ഞാൻ എന്ത് ചോദ്യം ചോദിക്കാൻ പോകുന്നത്. അച്ചു ഉണ്ട്, ഐശ്വര്യ ഉണ്ട്. ഐശ്വര്യ ഒരു മോഡലാണ്. സംശയം തോന്നിയില്ലേ ഈ അച്ചു ഇതിന് മുന്നേയും പല മോഡൽസിനോടും പ്രണയം കാണിച്ചിട്ടുണ്ടാകും? അങ്ങനെയൊക്കെ ഡൗട്ടില്ലായിരുന്നോ? ഇല്ല, ലൈക്ക് ഫ്രണ്ട്സ് ആയിരുന്നപ്പോഴത്തേക്കാണ് ഉള്ള കാര്യങ്ങളൊക്കെ. കൈകൊട്ടണ്ട അധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ, ചിന്തിക്കാൻ സമയമുണ്ടല്ലോ. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ വീടെത്തിയപ്പോ എന്ത് പറഞ്ഞു? വീടെത്തിയപ്പോൾ ഈ ഓൾമോസ്റ്റ് ഈ ലൈനിലുള്ള ഒരു കാര്യത്തിന് തന്നെ ഞങ്ങൾ തലേദിവസം അടിയിലായിരുന്നു. നല്ല വഴക്കിട്ടിട്ടുണ്ട്. എന്ത് കാര്യത്തിനായിരുന്നു അടി? പറയത്തില്ല. പറയാൻ കൊള്ളത്തില്ല. കൊള്ളും പക്ഷെ പറയത്തില്ല. ഓക്കെ, അപ്പൊ അടിയായിരുന്നു. അപ്പൊ ലൈക്ക് അതൊക്കെ സോൾവ് ആയി. പെട്ടെന്ന് എന്താ എനിക്കിഷ്ടമാണ്, അച്ചുവിനും എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. അതിന്റെ ഒരു സന്തോഷം, ഹാപ്പിനെസ്. അങ്ങനെ ഈ മുന്നില് രണ്ടുപേരും ഇരിക്കുമ്പോഴാണ് പുറകിൽ ഇതൊക്കെ നടക്കണേ. ലോകത്തിൽ ഇങ്ങനത്തെ പ്രപ്പോസൽ നിങ്ങൾ മാത്രമേ കാണുള്ളൂ. സാധാരണ എല്ലാരും തന്നെ എത്തുന്ന ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോയി ടെൻഷൻ അടിച്ച് പറഞ്ഞ്
ഞങ്ങള് കാറിന്റെ ബാക്കിൽ ശരിക്കും അങ്ങനത്തെ ഒരു മൂഡിലായിരുന്നു. മൂഡിലായിരുന്നു. ശരി. മഴ ചുറ്റും, ബോധമില്ലാത്തൊരു പെൺകുട്ടി കൂടെ അവളുടെ ഐ ലവ് യു. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഇതുപോലൊരു പ്രപ്പോസൽ ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾക്ക് ഇതുപോലെ പ്രപ്പോസ് ചെയ്യണോ, നിങ്ങളുടെ കഥ പറയണോ? എന്നാൽ 567678 മെസ്സേജ് അയക്കുക. ഫോർമാറ്റ് ക്ലബ് സി സ്പേസ് നിങ്ങളുടെ പേര് ആൻഡ് സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് കാമുകൻ ആൻഡ് കാമുകി. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് എഫ്എമ്മിൽ അത് ലവ് ബൈറ്റ്സ്. കൂടെ റീനുവിന്റെ കൂടെ ഉണ്ട് അച്ചു, ഐശ്വര്യ. ഐശ്വര്യക്കാണ് അച്ഛനാണോ മുടി കൂടുതൽ? അച്ഛൻ്റെ മുടി ചുരുണ്ടുണ്ട്, ചിലപ്പോൾ നീട്ടിയാ ഇത്ര എത്തുമായിരിക്കും അത്. അപ്പൊ ഈ പ്രണയം അന്ന് സംഭവിച്ചല്ലോ. നമ്മള് ഐ തിങ്ക് ഐ മീൻ ലവ് വിത്ത് യുല് പെൺവർഗ്ഗത്തിന്റെ മുഴുവൻ നാളം കളഞ്ഞു. അതിനുശേഷം പിന്നെ എങ്ങോട്ട് പോയി പ്രണയം? വീട്ടിലറിഞ്ഞോ? അച്ഛന് മാത്രം ഇപ്പോഴും? ഇനി ഇത് കഴിയുമ്പോ അറിയില്ല. ഇല്ല, ഇപ്പൊ സംശയിക്കാനില്ല. ഇതൊരു തീരുമാനം. നമ്മൾ യൂട്യൂബിലൊക്കെ ഇടുമല്ലോ, പിന്നെ ആരെങ്കിലൊക്കെ കേട്ട് വീട്ടിൽ പറയുമല്ലോ, പിന്നെ ആ ടെൻഷൻ അങ്ങ് മാറില്ല. പിന്നെ മെഡിക്കൽ സ്റ്റുഡന്റ് ആന്നൊക്കെ പറഞ്ഞേക്കൊണ്ട് കുഴപ്പമില്ലല്ലോ. പിന്നെ ഐശ്വര്യ എന്ന പേരെന്നുള്ളതുകൊണ്ട് ഇനി ഒരു ടെൻഷനും ഇല്ലല്ലോ. അപ്പൊ അതിന് അത്രയും ടെൻഷൻ മാറി. കാരണം ഐശ്വര്യ എന്ന പേരുള്ള മെഡിക്കൽ സ്റ്റുഡന്റ് മോഡല് അധികം കാണില്ല. അപ്പൊ അച്ഛൻ്റെ വീട്ടിൽ അച്ഛൻ എന്ന് പറഞ്ഞോ എനിക്കൊരു പെൺകുട്ടീനെ ഇഷ്ടമാണെന്ന്? അല്ല, നമ്മളങ്ങോട്ട് ചെല്ലുക ചെയ്തെന്ന് ഞങ്ങൾ അങ്ങ് ചെല്ലുക ചെയ്തത് രണ്ടുപേരും കൂടെ. ന്യൂ ഇയറിന്റെ ഒരു ടൈമില് ഞാൻ പറയാം. അതായത് അച്ഛന്റെ വീട് ഷിഫ്റ്റിങ്. അച്ഛൻ ആദ്യം താമസിച്ചിരുന്ന ആ വീട്ടിൽ നിന്ന് ഒരു ഫ്ലാറ്റ് വാങ്ങിച്ച പടമുകൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ വീടും പറഞ്ഞു കൊടുത്തു. ഇനിയിപ്പോ അവർക്കൊന്നും തല്ലല്ലോ എളുപ്പമായിട്ട്. അച്ഛൻ വീട്ടിൽ നിന്നുണ്ടാ പിന്നെ വരാം. അല്ല, ഐശ്വര്യയുടെ വീട് ട്രിവാൻഡ്രത്തെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അപ്പൊ അതും പറഞ്ഞല്ലോ. ശരി, ഇനി ഒന്നും ഇല്ല. എന്നിട്ട് വീട് ഷിഫ്റ്റ് ചെയ്യായിരുന്നു. അപ്പൊ വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ട് ചെല്ലാണ്. ചോദിക്കുന്നില്ല, പറയുന്നില്ല. ഹായ് ആന്റി, ഹായ് അമ്മു അച്ഛൻ്റെ അനിയത്തിയാണ്. എന്നിട്ട് എല്ലാ പണികളും ചെയ്യുന്നു, വീട് കൂടുന്നു, എല്ലാത്തിനും ഷിഫ്റ്റ് ചെയ്യുന്നു, അവിടെയുള്ളൊക്കെ എടുത്ത് കഴിക്കുന്നു, ചോദിക്കുന്നില്ല, പറയുന്നില്ല. എന്നിട്ട് അപ്പൊ മമ്മി ഭയങ്കര നല്ല മമ്മിയാണ്. മമ്മി നല്ലതാണ്. പിന്നെ നമ്മൾ ഇതുപോലെയാണല്ലോ പെരുമാറുന്നേ. അമ്മ നോക്കുമ്പോ ഇതുപോലൊരു പെൺകുട്ടിയെ എന്റെ ചെക്കന് കിട്ടിയിരുന്നെങ്കിലേ. അപ്പൊ നമ്മൾ ചെന്ന് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ 2-3 ദിവസം തുടർച്ചയായിട്ട്. ഇത് ഒറ്റ ദിവസത്തെ 1 മണിക്കൂറത്തെ പരിപാടിയല്ല, 2-3 ദിവസം. എപ്പോഴേക്കും മമ്മിക്ക് ഡൗട്ട് വെച്ചു, കാരണം അച്ഛനെ നന്നായിട്ട് അറിയാലോ. അല്ല, അച്ഛനെ അറിയാന്ന് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടി വീട്ടിൽ ചെന്ന് 3 ദിവസം മറ്റേ ഷിഫ്റ്റ് ചെയ്യാൻ കൂടണമെങ്കിൽ കുറെ സാധനങ്ങളുണ്ടായിരുന്നു. അയ്യടാ പാവം. എന്നിട്ട് മമ്മി എന്ത് പറഞ്ഞു? അല്ല, അപ്പൊ മമ്മി പക്ഷെ ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ ഫ്രണ്ട്സാ എന്നുള്ള രീതിയിലാണ് അച്ഛൻ പ്രസന്റ് ചെയ്തിരുന്നത്. എന്നിട്ട് December 31 ന്യൂ ഇയറിന്റെ ഈവനായിരുന്നു. വീട് പാലുകാച്ചും അങ്ങനെയൊക്കെ. അന്ന് ലൈക്ക് എനിക്ക് പോസിറ്റീവായിട്ട് റിപ്ലൈ മമ്മിയുടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ, പള്ളിയിൽ നിന്ന് അച്ഛൻ വന്നിട്ട് പ്രേ ചെയ്യില്ല. അപ്പൊ എല്ലാവരും നിൽക്കുക. പക്ഷെ മമ്മി എന്നെയും കൂടെ കൂട്ടത്തിലങ്ങ് കൂട്ടി. ഇവരുടെ 4 പേരുടെയും കൂടി, പപ്പയുടെ അമ്മൂന്റെ അച്ഛന്റെ കൂടി എന്നെയും കൂടെ വിളിച്ചു. മമ്മിക്ക് സംഭവം മനസ്സിലായി. ആ വിളിയിൽ അനുഗ്രഹവും കിട്ടി. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ പല പ്രപ്പോസൽസ് കേട്ടിട്ടുണ്ട്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അമ്മയെ ഇത്രയും മണിയടിക്കാനുള്ള വഴികൾ ഇതുവരെ ആർക്കും അറിയില്ലായിരുന്നു. അത് ഐശ്വര്യം പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്കും ഇതുപോലെ വരാം, നിങ്ങളുടെ ലവ് സ്റ്റോറി ഷെയർ ചെയ്യാം. മെയിലെ SMS ID ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. കേട്ടുകൊണ്ടിരിക്കുക, കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ദിസ് ഇസ് ക്ലബ് FM.